ഇനി നമുക്ക് നമ്മുടെ ടീമിലെ സൂപ്പർ താരത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. മനീഷ കല്യാൺ. വാട്ട് ആൻ ഇൻക്രെഡിബിൾ ആത്ലീറ്റ്. ഐ മീൻ, ആ ഒരു ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് ചൈനീസ് തായ്പേനെ വെള്ളം കുടിപ്പിച്ചെന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ഫ്രീ കിക്കിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഫ്രീ കിക്ക് ഇസ് ഇൻക്രെഡിബിൾ, ഒന്നും പറയാനില്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ എന്തൊരു പ്രസൻസ് ആയിരുന്നു. ആ ഒരു ലൈൻ ലീഡ് ചെയ്യുകയാണെങ്കിലും ഡീപ്പായിട്ടൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഡിഫൻഡേഴ്സിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് ആ ഒരു ഫിസിക്കൊക്കെ ഉപയോഗിച്ച് ഭയങ്കര ഈസി ആയിട്ടാണ് പുള്ളിക്കാരി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. ആൻഡ് ആ ഒരു മോമെന്റ്, അത്രയും ഡിസ്റ്റൻസിൽ നിന്നും അങ്ങനെ ഒരു ഫ്രീ കിക്ക് കറക്റ്റ് അടിച്ച് ബാറിലടിച്ച് ലൈൻ്റെ അകത്ത് പോകുന്നു. ഒന്നും പറയാനില്ല. ലൈക്ക് നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ഓൺ ദ പിച്ച് ടുഡേ. ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാൻ മനീഷ ശ്രമിച്ചു. കളിയുടെ അവസാനം വരെ ട്രൈ ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പ്ലെയർ ഇന്ത്യൻ വിമൻസ് ഫുട്ബോളിൻ്റെ പോസ്റ്റർ വുമൺ ആയതെന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇന്നത്തെ ആ ഒരു പെർഫോമൻസ്. ശരിക്കും ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. കാരണം ആ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ബലത്തിൽ മാത്രം ഒരു പക്ഷേ മറ്റൊരു ദിവസം നമ്മളിപ്പം AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കയറിയേനെ. കാരണം അത്രയും ഒരു എഫേർട്ട് ഇട്ട് അത്രയും ക്വാളിറ്റി ഈ പ്ലെയർ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനീഷ കല്യാൺ ഒരു പ്രോപ്പർ ആത്ലീറ്റ് ആണ്. അത് നമുക്ക് പിച്ചിൽ കണ്ടറിയാം. ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും പുള്ളിക്കാരനെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഫിസിക്കലി ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള, നല്ലോണം ബോഡീനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന, അതുപോലെ ഏതൊരു പ്ലെയറിനെയും മുട്ടി നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തും ഒരു അപ്പർ ബോഡി സ്ട്രെങ്ത്തും എല്ലാം ബിൽഡ് ചെയ്തേക്കുന്ന ഒരു പ്ലെയറാണ്. അത് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സോ ക്ലോസ് യെറ്റ് സോ ഫാർ. ലൈക്ക് പുള്ളിക്കാരിയെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക്, ആ സെൻട്രൽ റോളിലേക്ക് വന്നപ്പോഴാണ് ആ ഒരു ഷിഫ്റ്റ് സംഭവിച്ചത്. ശരിക്കും മനീഷ കല്യാൺ ശരിക്കും മനീഷ കല്യാൺ ആയത്. ചുറ്റും കളിക്കുന്ന പ്ലെയേഴ്സിൽ നിന്ന് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഗോളും കൂടെ വന്നേനെ. അത് അൺഫോർച്ചുനേറ്റ്ലി വന്നില്ല എന്നുള്ളതാണ്.